ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമ്പലപ്പുഴയിൽ ഇപ്പോഴത്തെ MLA ഇനി അടുത്ത തവണയും മത്സരിക്കുമെന്ന് പൊതുവിൽ കരുതപ്പെടുന്ന H. സലാം റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. ജി സുധാകരൻ അങ്ങയുടെയൊക്കെ നേതാവാണ്. ഇപ്പോൾ പാർട്ടി വിട്ടുപോകുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള ആശങ്ക തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കുമോ? ആശങ്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് നേരിടുന്നത് വ്യക്തിയാധിഷ്ഠിതമായിട്ടല്ല. സ്ഥാനാർത്ഥി ആരാണെങ്കിലും അദ്ദേഹം മത്സരിക്കുന്ന കാലത്തും അങ്ങനെയാണ്. മറ്റ് സ്ഥാനാർത്ഥി വന്നാലും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ ബോധമാണ് പ്രധാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമായ വോട്ട് നല്ലതുപോലെയുള്ള സ്ഥലമാണ്. രാഷ്ട്രീയ വോട്ട് അത് ഒരു ക്ഷീണം സംഭവിച്ചാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുകയുള്ളൂ. പേഴ്സണൽ വോട്ടെന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ നമ്പറായിരിക്കും. അത് ആര് മത്സരിച്ചാലും ഒരു പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുമ്പോൾ കൂടുതൽ പേഴ്സണൽ വോട്ട് കിട്ടുമായിരിക്കും. പക്ഷെ പൊളിറ്റിക്കൽ വോട്ട് പ്രധാനമാണ്. ഇന്നത്തെ ഈ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായ കാരണം ഒന്നും ഇതിനകത്തില്ല. അദ്ദേഹത്തിൻ്റെ അത്രയും സമയമെടുത്ത പ്രസ് മീറ്റിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, CPM-നോട് സീറ്റ് ചോദിച്ചു, തന്നില്ല, അതുകൊണ്ട് താൻ മത്സരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ഒറ്റ കാര്യം മാത്രം, അതാണ് അതിനകത്ത് പ്രശ്നം. ആ സ്ഥാനാർത്ഥിത്വത്തിലല്ല മത്സരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു രാഷ്ട്രീയമായൊരു കാരണമില്ലാതെയുള്ള മത്സരമാണ്. അധികാരക്കൊതി എന്ന ആരോപണം തന്നെയാണ്. അങ്ങ് ആ വേട് ഉപയോഗിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് റീഡ് ചെയ്യാം, ജനങ്ങൾ റീഡ് ചെയ്യും. കാര്യം ഇത് VS-ന്റെ മണ്ണാണ്. പുന്നപ്ര സമരഭൂമിയാണ്. രാഷ്ട്രീയ നിറവുകേടിനോട് ഒരിക്കലും സന്ധി ചെയ്യുന്ന മണ്ണല്ല ഈ മണ്ണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാത്തൊരു പാർട്ടിയല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് VS-ന് കിട്ടിയതിനേക്കാളും കൂടുതൽ അവസരം പാർലമെന്റ് രംഗത്ത് കിട്ടിയ ഒരാളാണ് ജി സുധാകരൻ. അല്ലെങ്കിൽ മാത്രമല്ല, അദ്ദേഹം സംഘടനാപരമായ ചുമതല ഏൽപ്പിച്ചതെല്ലാം വൃത്തിയായി ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊന്നും തർക്കമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട്. അങ്ങനെയുള്ളൊരു നേതാവ് പുറത്തേക്ക് പോകുമ്പോൾ അണികൾ പോകുമെന്ന ഭയമുണ്ട്. എത്ര ആളുകൾ പോകും എന്നൊക്കെയാണ് അങ്ങ് കരുതുന്നത്? അതാണ് അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രാധാന്യം. അമ്പലപ്പുഴയിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടിയല്ല അമ്പലപ്പുഴയിൽ നിന്നുള്ള പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ്. അതിലിവിടെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ അനുഭവമുള്ള ധാരാളം സഖാക്കളുണ്ട്. അത് മുതിർന്നവരുമുണ്ട്, താഴെയുള്ള പാർട്ടി മെമ്പർമാരുമുണ്ട്. എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നതെന്ന് ബോധിച്ചത് അതെല്ലാം അറിയാം. അതുകൊണ്ട് പാർട്ടിയെ മാത്രം കണ്ട് നിൽക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്നവർ. ഒരു 10-15 പാർട്ടി മെമ്പർമാർ പോലും ഇത്തരമൊരു പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ച ഒരാൾ പോയാൽ ആ കൂട്ടത്തിൽ പോകാൻ സാധ്യതയില്ല. ഞാൻ ചെയ്താലും പോവില്ല, ഉണ്ടാവില്ല. അതാണ് പാർട്ടി. തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കില്ല സുധാകരൻ എന്നാണോ കരുതുന്നത്? അദ്ദേഹത്തിന് ഒരു സ്വാധീനവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണ്. രാഷ്ട്രീയമായ കാരണമോ അടിസ്ഥാനമോ ഇല്ലാതെ ഒരു സഖാവ് മത്സരിക്കാൻ ഇങ്ങനെ വരുമ്പം ആ രാഷ്ട്രീയമായ കാരണം വോട്ടർമാരോട് വിശദീകരിക്കപ്പെടുക എന്നുള്ള അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നോക്കിയാൽ ആകെ പറയാൻ പറ്റുന്ന കാര്യം, ഞാൻ 7 പ്രാവശ്യം മത്സരിച്ചു, 8ാം പ്രാവശ്യം എന്നെ മത്സരിപ്പിച്ചില്ല, അതുകൊണ്ട് എനിക്കൊരു സീറ്റ് ഞാൻ മത്സരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഗൗരവമായ കാര്യം വരും. അങ്ങ് ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശം അങ്ങക്കെതിരെ ഉള്ളതാണെന്നുള്ളതാണ്. അങ്ങ് ഉണ്ടായിരുന്നിടത്ത് SDP-യുടെ വളർച്ച അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും SDP ആയിട്ട് ആ വിധത്തിൽ കൂട്ടിച്ചേർക്കുന്നത്? ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു പ്രയാസം എനിക്കൊരു ഭയവും തോന്നിയില്ല, പ്രയാസം മാനസികമായി തോന്നിയൊരു കാര്യമാണ്. അത് ഏത് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരുന്ന കാര്യം എനിക്ക് നല്ലവണ്ണം അറിയാം. കാരണം പോസ്റ്റ് ഒട്ടിച്ച ആളുകൾ പിന്നീട് പാർട്ടിയോട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ഒട്ടിക്കാൻ പോയി 2 പേർ ആര് പറഞ്ഞിട്ട് ഒട്ടിച്ചു എന്നുള്ള കാര്യം. ഈ ഒരു സമയത്ത് SDP-യെ കൂട്ടിച്ചേർത്ത് 2 പോസ്റ്റർ മണ്ഡപത്തിൽ ഒട്ടിച്ചിട്ട് വാർത്തയാക്കി മാറ്റുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് എന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു SDP-ക്കാരനായിട്ട് മാറ്റിയാൽ എന്നെ തോൽപ്പിക്കാൻ കഴിയും എന്ന് വിചാരിച്ചാണ് ആ കാര്യം ചെയ്തത്. ഈ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ SFI യൂണിറ്റ് സെക്രട്ടറി ആളാണ്. അപ്പോൾ ഞാൻ SFI ഏരിയ സെക്രട്ടറി ആയി, പിന്നെ DYFI ഏരിയ സെക്രട്ടറി ആയി, ഇവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയി. ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി എന്നെ കണ്ടവരാണ് ഇവിടെയുള്ള ജനങ്ങൾ. അവരുടെ മുന്നിൽ ഞാൻ SDP ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചിലവാകുന്ന കാര്യമല്ല. അത് ആരാണ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒന്ന് ചോദിക്കാനുള്ളൂ, ഈ സുധാകരൻ ആവർത്തിച്ചത് പറയുന്നതുകൊണ്ട് സുധാകരന്റെ പക്ഷത്തുള്ളവർക്ക് അതുമായി ബന്ധമുണ്ടോ? ഞാനത് പിന്നീട് എന്തായാലും പറയാം. അത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. നല്ല ബുദ്ധിയുടെ തലയ്ക്കകത്തു നിന്നാണ് അത് വന്നത്. അത് ഒട്ടിച്ച തീർച്ചയായിട്ടും ചേർത്ത് വെക്കാം. ആ കാര്യത്തിൽ ഒരു കാര്യമില്ല. അത് ചെയ്ത ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ജി സുധാകരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 2 പ്രാവശ്യം ഞാൻ ഇലക്ഷൻ സെക്രട്ടറി ആയിരുന്നു. ആ 2 തവണയും എനിക്ക് SDP ബന്ധമില്ല.
ഞാൻ മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്നു എന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആര് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നാട്ടുകാർക്കൊക്കെ പൊതുവെ അറിയാം. അതിനേക്കാൾ സീരിയസ് ആയൊരു കാര്യം അത് നാട്ടിൽ ചെലവായില്ല. പിന്നീട് നമ്മുടെ തെരഞ്ഞെടുപ്പിന് അവസാന സമയത്ത് സന്ദീപ് വാചസ്പതി എന്ന BJP നേതാവ് രക്തസാക്ഷി മണ്ഡപത്തിൽ വന്ന് കയറി. ആ കയറിയത് ഒരാൾ പ്ലാൻ ചെയ്തതാണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. എതിരെ സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്യണമെങ്കിൽ മറ്റു പക്ഷത്തു നിന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അങ്ങനെ തന്നെ കരുതാം. ഇതിനൊക്കെയുള്ള തെളിവുകൾ അങ്ങയുടെ കയ്യിലുണ്ട് എന്ന് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും എന്റെ കയ്യിലുള്ള തെളിവൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ ജി സുധാകരൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വരുവാണല്ലോ, ഞാനൊരു പകുതി ദൂരം ഞാൻ മുന്നോട്ട് പോകും. പക്ഷേ എൻ്റെ രാഷ്ട്രീയ മാന്യത കൊണ്ടും വ്യക്തിപരമായ മാന്യത കൊണ്ടും എൻ്റെ കയ്യിലുള്ള ഒരു തെളിവ് ഞാൻ ഇലക്ഷൻ കഴിയുന്നവരെ പുറത്തുവിടില്ല. അതായത് പാർട്ടിയിൽ നിൽക്കെ അങ്ങയെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയത് മാത്രമല്ല, നമ്മൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ കാണുന്ന ഒരാൾ ഏത് തരക്കാരനാണ് എന്ന് വ്യക്തമായി ബോധ്യമാവുന്ന തെളിവ്, മനസ്സിലാവുന്ന തെളിവുകളുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇലക്ഷനിൽ എന്ത് സംഭവിച്ചാലും ഞാനത് ഇലക്ഷൻ മുമ്പ് പുറത്തു പോകും. എൻ്റെ രാഷ്ട്രീയ മാന്യതയാണ്, എൻ്റെ ജീനാണ്, അതുകൊണ്ടും ചെയ്യില്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് ഒരു തരത്തിലും പ്രശ്നമുണ്ടാക്കില്ല എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്. പാർട്ടി അണികളെ ഇതെങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും ഈ പോക്ക്? അത് പാർട്ടി രീതിയിൽ തന്നെ സ്വാഭാവികമായിട്ടും അത് ജി സുധാകരൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. പാർട്ടിക്കകത്ത് നിന്ന് ഒരാൾ പാർട്ടിയെ ചതിച്ച് പുറത്തേക്ക് പോയാൽ എങ്ങനെയാണ് പാർട്ടി അവരെ നേരിടേണ്ടത് എന്നത് ഈ ജില്ലയിൽ നന്നായി പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹം തന്നെ പഠിപ്പിച്ച പാഠങ്ങൾ വെച്ചിട്ട് ഈ രാഷ്ട്രീയ സന്ദർഭത്തെ പാർട്ടി ശക്തമായിട്ട് നേരിടും. ഒറ്റ കാര്യം കൂടി, ഈ അദ്ദേഹത്തിന്റെ സഹോദരൻ രക്തസാക്ഷിയാണ്. അങ്ങ് തന്നെ പറഞ്ഞു പലപ്പോഴും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് മുദ്രാവാക്യം വിളിച്ചാണ് മുന്നിൽ നടന്നിട്ടുള്ളത്. അത് മറന്ന് അതേ കൂടാരത്തിൽ കയറുന്നു എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ആരോപണമായി ജനങ്ങൾ മനസ്സിലാക്കി. അതാണ് വേദനയോടെ അദ്ദേഹത്തോട് പറയാനുള്ളത്. അദ്ദേഹം മറ്റൊന്നും ആലോചിച്ചില്ലായിരുന്നെങ്കിലും ഒരു സീറ്റിനേക്കാളും വോട്ടിനേക്കാളും അധികാരത്തെക്കാളും പ്രധാനം ഭുവനേശ്വരനാണ് എന്ന കാര്യം അദ്ദേഹം ഓർത്തില്ല എന്നതാണ് പ്രധാനം. ഒരു പ്രകോപനവും പ്രതിഷേധവും ഉണ്ടാവില്ല എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമില്ലല്ലോ, അതിന്റെ കാര്യമില്ല. രാഷ്ട്രീയമായ കാര്യങ്ങൾ പാർട്ടി പറയുക എന്ന് മാത്രമേ പാർട്ടി പൊതുവെ തീരുമാനിച്ചിട്ടുള്ളൂ. വലിയ ഗൗരവത്തിലേക്ക് പ്രശ്നം വഷളാക്കുന്ന രൂപത്തിലേക്ക് പോവില്ല. വഷളാക്കേണ്ട കാര്യമില്ല. പിന്നെ അതിന് വഷളത്തരം ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വഷളത്തരം പറയൂ, അത്രയല്ലേ ഉള്ളൂ.